ഹലോ, എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം കുറേ നാളായിട്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നിറച്ച് പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കായിരുന്നു. വല്ല പാമ്പൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്മിത്തേട്ടൻ ഒരാളെപ്പോലും അത് ക്ലിയർ ചെയ്യാൻ സമ്മതിക്കാതെ പുള്ളി തന്നെ നിന്നിട്ട് അത് മൊത്തം വൃത്തിയാക്കിട്ടോ. ഒരു ദിവസം രാവിലെ ഞങ്ങൾ നേരത്തോടെ എനിക്ക് വരുന്ന സമയത്ത് ഈ പറമ്പ് മൊത്തം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ട് ചോദിച്ചു, ഈ പണിക്കാരന് ചായ ഒന്നും കൊടുത്തില്ലേന്ന്. സംഭവം ശരിയാട്ടോ. പുള്ളി രാവിലെ നേരത്തോടെ എണീറ്റിട്ട് കാട് വെട്ടി തെളിച്ചു. ആളെ വീട് ആള് വൃത്തിയാക്കില്ലേ, എന്താ ഇത്ര പറയാനുള്ളത്? അതും ശരിയാണ്, ആളെ വീടാണല്ലോ ആള് വൃത്തിയാക്കിയത്. പക്ഷെ ഞാനെന്ന് പറയുന്നൊരു മടിച്ചു ഇവിടെ ഉണ്ട്. ഞാൻ കൃത്യമായിട്ട് മുറ്റടിച്ചു വാരേ ഒന്നും ചെയ്യില്ല. ഒന്നരാടൊക്കെ കുടുംബള മുറ്റടിച്ചു വാരുള്ളൂ. അതും പുല്ല് വൃത്തിയാക്കി തന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഡെയിലി മുറ്റടിച്ചില്ലെങ്കിൽ പണി പാളും. പിന്നെ ഒരു കാട് വരുന്നത് അത് കാണാൻ ഒരു രസമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കണ എന്നെ ഭംഗി. അപ്പം ഞാൻ ഒന്നരാടപ്പം മുറ്റടിച്ച് വരുന്നുണ്ട്. പണ്ടൊക്കെ അമ്മമാരെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം ഒക്കെ മുറ്റടിച്ച് വരും. സംഭവം അതിനുള്ള സമയം എനിക്കില്ല, അത് വേറെ വിഷയം. എനിക്ക് അങ്ങനെ ഒരു മടിയായിട്ടൊന്നല്ല. എൻ്റെ കുഞ്ഞിതിലൊക്കെ എൻ്റെ വീട്ടിൽ ഇതിനേക്കാൾ കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അത് മുഴുവനും ഞാൻ അടിച്ചു വാരൊക്കെ ചെയ്തിരുന്നു. പക്ഷെ വലുതാവും തോറും മടി ചെറുതായിട്ട് കയറി ആണോന്നറിയില്ല. അതാ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത എൻ്റെ അഹങ്കാരാണോന്നറിയില്ല. എന്തായാലും മുറ്റടിയൊക്കെ വളരെ കുറവാണ്. ഇപ്പൊ ഞാൻ വിചാരിച്ചു നല്ല കുട്ടിയാവാം, ഒന്നരാട മുറ്റടിക്കാം. അങ്ങനെ സംഭവം അടിച്ചു വാരി തുടങ്ങിയപ്പോ സെറ്റായിട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമാണ് മണ്ണിലിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഒരു രസമായിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ മഴക്കാലത്തിന് മുന്നേ നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പകുതിക്ക് വെച്ച് പാളി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ തുടങ്ങിയത് കൂടിയിട്ട് പിന്നെ അതൊന്നും നോക്കാനൊന്നും പറ്റാണ്ടേ ആയിട്ടോ. കുഴപ്പമില്ല, നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ സമയം കിടക്കല്ലേ. അപ്പോൾ ചിലതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ച് നട്ട് പിന്നെ നനയ്ക്കാതെ കിടുന്നതും പിന്നെ വെള്ളം ആകെ കയറി നശിച്ചു പോയതും ഒക്കെ ഉണ്ട്. ഇപ്പൊ സൈഡിൽ കാണുന്ന ഈ പുല്ലില്ലേ, അത് എവിടെ നിന്ന് വന്നതെന്ന് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് നട്ടതാ. പേൾ ഗ്രാസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് നട്ടതാട്ടോ. ഇപ്പൊ പശുവിനെ കൊണ്ടുവന്ന് തിരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. നല്ല അപമാനഭാരമുണ്ട്, വീട്ടിലെല്ലാവരും കളിയാക്കുന്നുണ്ട്, മോനടക്കന്നെ കളിയാക്കും. ഇതൊക്കെ ആരെങ്കിലും കൊണ്ടുവന്ന് നടുവെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിന്റെ തലയിലൊന്നുമല്ല ഞാൻ നട്ടത്, മണ്ണിലല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പൊ മനസ്സിലായതില്ലേ ശരിയാവില്ല എന്നുള്ളത്. നമ്മൾ നല്ലത് കൊണ്ടുവന്ന് നടും. അങ്ങനെ നമ്മൾ പേൾ ഗ്രാസ് നടുന്നതിന്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അത് ഞാനല്ല, സ്മിത്തേട്ടനാണ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ വരുന്നുണ്ട്. അത് ഇതുപോലെയൊന്നുമല്ല കേട്ടോ, സൂപ്പർ വീഡിയോ ആണ്. പുള്ളി ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഭയങ്കരമായി പഠിച്ച് അതിന് വേണ്ടി ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. കുറച്ച് പെർഫെക്ഷനിസ്റ്റ് ആണ്. പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പം അതിനേക്കാളും ഭേദം എന്നെ പോലെ കുറച്ച് കൂടായ്പുള്ളത് തന്നെയാണ് ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു പോയ ഒരു പണിയുടെ പിന്നാലെ വേറൊരാൾക്കും അവിടെ പണി ഉണ്ടാവില്ല എന്ന് മാത്രം. നമ്മൾ ചെയ്തു പോയതിന്റെ പിന്നാലെ ചിലപ്പോൾ മറ്റു പലരും കയറി ഇറങ്ങേണ്ടി വരും. നിങ്ങളപ്പോ സ്മിത്തേട്ടനെ പോലെ പെർഫെക്ഷനിസ്റ്റ് ആണോ, എന്നെ പോലെ അത്യാവശ്യം ഉടായ്പ രീതിയിൽ പണിയെടുക്കുന്ന ആളാണോ എന്നുള്ളത് കമന്റിൽ ഒന്ന് പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നമുക്ക് ശരിക്കും ലൈഫിൽ വേണ്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല. ഈ പെർഫെക്ഷൻ ഉള്ള ആൾക്കാർ ഒരുപാട് കാര്യങ്ങളിൽ എത്തിപ്പിടിക്കാനായിട്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ. ഒരു ചെറിയ കാര്യമാണെങ്കിലും നല്ല രീതിയിൽ ക്ലിയർ ആയി ചെയ്തെങ്കിൽ മാത്രമേ അവർക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറ്റുന്ന പോലെ ഒരു പണി ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അതിന്റെ അർത്ഥം വളരെ മോശമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊന്നല്ല കേട്ടോ. കൺസിസ്റ്റൻസിയാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു സ്വഭാവം എന്നാണ് പറയുന്നത്. അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. നമ്മൾ ഭയങ്കര സൂപ്പർ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അറിയുന്ന ഒരു കാര്യം നമ്മുടെ ഒരു ആത്മാർത്ഥതയോട് കൂടി ഡെയിലി കുറച്ചു നേരം ചെയ്താൽ തന്നെ നമ്മള് നല്ല മിടുക്കനായ ഒരു വ്യക്തിയുടെ അത്രയ്ക്കും എത്തും എന്നാണ് പറയുന്നത്. അതായത് ഒരു മിടുക്കനായ ആൾക്ക് ആ കാര്യത്തിനെ കുറിച്ച് നല്ല അറിവുണ്ട്, പക്ഷെ അയാൾ അതിനെ കുറിച്ച് ഒന്നും കാര്യമൊന്നും ചെയ്യില്ല. ഇടയ്ക്ക് വന്ന് കുറെ കാര്യങ്ങൾ ചെയ്യും, ഇടയ്ക്ക് വന്നിട്ട് ഒന്നും ചെയ്യില്ല, പിന്നെ കുറെ വന്നിട്ട് കുറെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് അറിയില്ലെങ്കിൽ കൂടി ആ കാര്യം ഡെയിലി എല്ലാ ദിവസവും മുടങ്ങാണ്ട് കുറച്ചായിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടി ക്രമേണ അയാള് ആ മിടുക്കന്റെ അത്രയ്ക്കും വളർന്നിട്ടുണ്ടായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. ഒരു നിലയ്ക്ക് ആ പറയുന്നത് ശരിയാണെന്ന് ചെറിയ രീതിയിൽ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവൂല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഗാർഡന്റെ കഥ തന്നെ നമുക്ക് എടുക്കാം. ഒരു വീട്ടിൽ ആളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കാശ് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തു. പക്ഷെ അയാൾ എല്ലാ ദിവസവും നനയ്ക്കണമൊന്നുമില്ല, ചെടി നന്നായി മെയിൻറ്റെയിൻ ചെയ്യണില്ല, കട്ട് ചെയ്യണില്ല, ഒന്നും ചെയ്യണില്ല. ആ സമയത്ത് അപ്പുറത്തെ വീട്ടില് വേറൊരാൾ എന്ത് ചെയ്യാ, കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു ചെടി വെച്ചിട്ട് നടുന്നുണ്ട്. ആ വെച്ച ചെടികൾ നനയ്ക്കുന്നുണ്ട്. ഡെയിലി
അയാൾ ആ കാര്യം അതിന് വേണ്ടിയിട്ട് ആദ്യം അയാൾ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ അയാൾ അത് 10 മിനിറ്റ് ആക്കി മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ദിവസം കൃത്യമായിട്ട് അയാൾ ആ കാര്യം ചെയ്തുകൊണ്ടിരുന്നു എന്ന് വിചാരിക്കും. അപ്പം എന്താ ഉണ്ടാവുക? ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തത് മുഴുവനും കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ടാവും. മറ്റോടത്തെ ക്രമേണ ഒരു 2-3 ഇയേഴ്സ് കൊണ്ടൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ സെറ്റ് ആയിട്ടുണ്ടാവും അല്ലേ. ഇതാണ് പറയുന്നത്, കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു സ്വഭാവത്തിലേക്ക് എത്താന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എത്ര മിടുക്കത്തിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ഒരു ക്യാരക്ടർ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുകയും അത് ചെയ്യുകയൊക്കെ ചെയ്യിക്കുമ്പോഴും ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനി അത് പറ്റിയില്ലെങ്കിൽ കൂടെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എങ്കിലാണ് ലൈഫിൽ അവർക്ക് സക്സസ് ആവാനുള്ള ചില ടിപ്സുകൾ അവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് മനസ്സിലാക്കിയതിന് ശേഷം പല കാര്യങ്ങളിലും ഇങ്ങനൊരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പല കാര്യങ്ങളും ശീലങ്ങളാവുമ്പോൾ തന്നെയാണ് നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ഇപ്പം മനസ്സിലായി. പക്ഷേ ആ ശീലം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് ഇപ്പം ഈ ഡയലോഗ് വിട്ട പോലെ ഈസി അല്ല കേട്ടോ. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളിൽ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ പതുക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവർക്ക് അവരുടെ ജീവിതം ഈസി ആവാനായിട്ട് നല്ലത്. അപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും പൊട്ട ശീലങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ ശീലങ്ങളായി മാറും, നല്ല കാര്യങ്ങൾ ശീലമാവാനാണ് ബുദ്ധിമുട്ട് എന്ന് അല്ലേ. അല്ല, പൊട്ട ശീലങ്ങളും നമ്മൾ വളരെ ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വലിയ ദുശീലങ്ങളിലേക്ക് മാറുന്നത്. അതേപോലെ തന്നെ നല്ല ശീലങ്ങളും പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നല്ല വലിയ ശീലങ്ങളായിട്ട് മാറുക. പക്ഷേ നല്ല ശീലങ്ങളെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കത് നീങ്ങുന്നില്ല എന്ന് തോന്നും. പക്ഷേ പൊട്ട ശീലങ്ങൾ സ്വാഭാവികമായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണില്ല. ഏതൊരു കാര്യം നേടിയെടുക്കണമെങ്കിലും കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായെങ്കിൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ പ്രായത്തിൽ ഇത് മനസ്സിലാക്കിയിട്ട് ആ ശീലത്തിലേക്ക് മാറാൻ വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഈ ഗാർഡനിങ്ങിന് പോലും അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണമല്ലേ. എന്നാൽ തന്നെ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. നമ്മുടെ കുട്ടികൾക്കെങ്കിലും അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം.